ഹലോ, എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം. റെയിൽവേ എക്സാംസിനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റെയിൽവേ എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്പൊ വരുന്ന ഒരു ഡൗട്ടാണ്, എനിക്ക് സ്പെക്സ് ഉണ്ട്, അപ്പോൾ എനിക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത്തരം ഡൗട്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോ വഴി കംപ്ലീറ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റെയിൽവേ എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത്? കാൻഡിഡേറ്റ്സ് വർ കോൾഡ് ഫോർ DV, ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ടും എന്താണ് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് അവിടെ പ്രൂവ് ചെയ്യണം, അല്ലെ? അപ്പോ ഈ ഒരു ഫിറ്റ്നസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് എന്ത്? വിഷ്വൽ അക്വിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏതാണ് കാഴ്ച എത്രമാത്രം ക്ലിയർ ആണ് എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വിഷ്വൽ ആക്വിറ്റി സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് നമുക്ക് ഈ പറയുന്ന ഫിറ്റ്നസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റിനും വേണ്ടിയിട്ടുള്ള വിഷ്വൽ ആക്വിറ്റി സ്റ്റാൻഡേർഡ്സ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ റെയിൽവേയുടെ പോസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 7 വിഷ്വൽ ആക്വിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് A1, A2, A3, B1, B2, C1, C2, ഇങ്ങനെ 7 ആക്വിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഓരോ പോസ്റ്റിനും ഓരോന്നായിരിക്കും എന്ത് സ്റ്റാൻഡേർഡ്സ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, A1 എന്താണ്, A2 എന്താണ്, A3 എന്താണ്, അതേപോലെ തന്നെ എന്താണ് B1, B2, C1, C2, എല്ലാത്തിനും എന്താണ് കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. എന്താണ് A1, എന്താണ് A2, ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമുക്കൊരു കോളത്തിൽ വരുന്നുണ്ട്. ഇതിനകത്തെ പല ടേംസും എന്താണ് നിങ്ങൾക്ക് ഈ എന്താ പറയാ ഈ ഒരു പോസ്റ്റിന് മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല, അല്ലെ? ഈ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഇതിനകത്ത് ഒട്ടുമിക്ക വാക്കുകളും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവുക. എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷ്വൽ ആക്വിറ്റി ടെസ്റ്റ് എന്താണെന്നും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നും എന്താണ് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് A1 ആണ്. അപ്പോൾ A1 എന്ന് പറയുന്ന പോസ്റ്റ് ഒക്കെ എന്താണ് നമുക്ക് ഈ പറയുന്ന ALP പോസ്റ്റിലേക്കൊക്കെ വേണ്ട ഒരു ആക്വിറ്റി സ്റ്റാൻഡേർഡ് ആണ് ഈ പറയുന്ന A1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ A1 നോക്കിയേ, മെയിൻ ആയിട്ടും 2 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഡിസ്റ്റന്റ് വിഷനും ഉണ്ട്, അതേപോലെ തന്നെ നിയർ വിഷൻ. ഓക്കെ, 2 എണ്ണമാണ്. ഇതിനകത്ത് ഡിസ്റ്റന്റ് വിഷനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 6/6 ആയിരിക്കണം. നിങ്ങളുടെ 2 കണ്ണും എന്തായിരിക്കണം? 6/6 ആയിരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെ? വിത്തൗട്ട് ഗ്ലാസ് ഇല്ലാതെ നിങ്ങളുടെ ഡിസ്റ്റന്റ് വിഷന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 6/6 ആയിരിക്കണം, 2 കണ്ണും. ഓക്കെ, ആൻഡ് അവിടെ ഫോഗിങ് ടെസ്റ്റ് ഇല്ലാതെ ആയിരിക്കണം എന്ത് നിങ്ങൾക്ക് 6/6. മനസ്സിലായോ? ഈ ഫോഗിങ് ടെസ്റ്റ് എന്താണെന്നും 6/6 എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇത് ഫുള്ള് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, അപ്പൊ ഫോഗിങ് ടെസ്റ്റ് അതേപോലെ തന്നെ എന്താണ് 2Dയിൽ കൂടുതലാണ് നിങ്ങളുടെ ഗ്ലാസ് എങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണ്ടെന്ന് പറയുന്നു, അല്ലെ? മസ്റ്റ് നോട്ട് ആക്സെപ്റ്റ് +2D എന്ന് പറയുന്നു. അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. ഇനി എന്താ പറയുന്നേ? നിയർ വിഷൻ. അതെന്താ പറയുന്നേ? അത് SN 0.6 ആയിരിക്കണം. നിങ്ങളുടെ നിയർ വിഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? 0.6 ആയിരിക്കണം എന്ന് പറയുന്നു. അതും വിത്തൗട്ട് ഗ്ലാസസ് ആണ് കേട്ടോ. ഇനി എന്താ? ഇത് കൂടാതെ നിങ്ങൾ മറ്റ് പല ടെസ്റ്റുകളും പാസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബൈനോക്കുലർ വിഷൻ, കളർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, മീസോപിക് വിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ടെസ്റ്റുകൾ നിങ്ങൾ എന്താണ് പാസ് ആവണം. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാ? നിങ്ങളുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെ? അപ്പൊ ഒരു റെയിൽവേ എക്സാമിന് പോകുമ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങളുടെ വിഷ്വൽ ആക്വിറ്റി തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓവറോൾ ഫിറ്റ്നസ് വേണം, ഇല്ലേ? ഓവറോൾ ഫിറ്റ്നസ് വേണം, പ്ലസ് നിങ്ങളുടെ വിഷ്വൽ ആക്വിറ്റി കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി A2 നോക്കിക്കേ. A2 ഇതേപോലെ തന്നെയാണ്. ഡിസ്റ്റന്റ് വിഷൻ, എയർ വിഷൻ പറയുന്നുണ്ട്, പക്ഷെ അവിടെ 6/9 എന്നാ പറയുന്നത്. 6/6 അല്ല. കണ്ടോ വ്യത്യാസം വരുന്നു. A2 വ്യത്യാസം വരുന്നുണ്ട്, അല്ലെ? A3 നോക്കിക്കേ. A3യിലും എന്താണ് 6/9 ആണ് പറയുന്നത്. ബാക്കി ടേംസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാ, അല്ലെ? ടേംസ് എല്ലാം ഈ എല്ലാ കോളത്തിനകത്തും വരുന്ന ടേംസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഓരോ ടേമും എന്താണ് എന്ന് മനസ്സിലാക്കണം. നോക്കിയേ, B1 ആണെങ്കിലും എന്താണ് എല്ലാം സെയിം ടേംസ് ആണ്, അല്ലെ? 6/9, 6/12 വരുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ടേംസ് എന്താണ്?
എല്ലാം സെയിം തന്നെ. കറക്റ്റ് ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ കണ്ട വാക്ക് എന്താണ്? ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്ന വാക്കാണ്. അവിടെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് 6/6 ആയിരിക്കണമെന്ന് A1 പറയുന്നു, A2 പറയുന്നു 6/9 ആയിരിക്കണം, ആൻഡ് A3 പറയുന്നു 6/9 ആയിരിക്കണം അല്ലെ. ആൻഡ് B1 6/9 6/12 എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ ഈ ഡിസ്റ്റന്റ് വിഷന്റെ സ്റ്റാൻഡേർഡ്സ് മാറുന്നുണ്ട് കണ്ടോ. 6/18 വരെ വരുന്നുണ്ട് C1 ആണെങ്കിൽ. C1 ആണെങ്കിൽ 6/18 വരെ വരുന്നുണ്ട്. ഈ B2 ഒക്കെ ആണെങ്കിൽ റെയിൽ റോഡ് വർക്കേഴ്സിനൊക്കെ എന്താണ് 6/12 വരെ മതി കണ്ടോ. റെയിൽ റോഡ് വർക്കേഴ്സിനൊക്കെ എന്താ വരുന്നത് 6/12 വരുന്നുണ്ട് അല്ലെ. ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ A1 വരുന്നവരുണ്ട്, A2 സ്റ്റാൻഡേർഡ് വേണ്ടവരുണ്ട്, B1 വരുന്നവരുണ്ട് അല്ലെ. ഓരോ പോസ്റ്റ് അനുസരിച്ചും ഈ സ്റ്റാൻഡേർഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നനുസരിച്ച് വേണം നിങ്ങൾക്ക് ഈ പറയുന്ന ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് കേട്ടോ. യെസ്. ഇനി ആദ്യത്തെ ടേം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഡിസ്റ്റന്റ് വിഷൻ അല്ലെ. യെസ്. അപ്പോൾ നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം അവരെന്താ ചെയ്യുക? ബേസിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു ചെയറിലിരുത്തും അല്ലെ. നിങ്ങളെ ഒരു ചെയറിലിരുത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ചാർട്ട് വെക്കും അല്ലെ. എന്നിട്ട് ആ ചാർട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുക അല്ലെ. യെസ്. അപ്പൊ ഈ ചാർട്ടിന് ഒരു പേരുണ്ട് കേട്ടോ. എന്താ ഈ ചാർട്ടിന്റെ പേര്? സ്നെല്ലൻസ് ചാർട്ട് എന്ന ഈ ചാർട്ടിന്റെ പേര് അല്ലെ. സ്നെല്ലൻസ് ചാർട്ട് നിങ്ങളുടെ വിഷ്വൽ ആക്യുവിറ്റി അല്ലെങ്കിൽ വിഷ്വൽ എത്രമാത്രം ആക്യുറേറ്റ് ആണ് വിഷൻ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ചാർട്ടാണിത്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചെയറിൽ നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങളുടെ മുന്നിൽ ചാർട്ട് വെക്കുകയാണ്. ആൻഡ് നിങ്ങളും ഈ ചാർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്, 6 മീറ്റർ ആണ്. ചിലപ്പോഴൊക്കെ ഇപ്പൊ ടൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും വലിയൊരു റൂം ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്യാനിരിക്കുന്ന റൂം ചിലപ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ ഈ 6 മീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെ ഒരു ചെയറിലിരുത്തും. എന്നിട്ട് ഈ സ്നെല്ലൻസ് ചാർട്ട് എന്താണ്? നിങ്ങളുടെ ബാക്കിൽ വെക്കും. ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങളുടെ ബാക്കിൽ ഈ ചാർട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്താണ്? നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളും കണ്ണാടിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കും. അപ്പോൾ ബാക്കിലും 3 ഉണ്ട്, ഫ്രണ്ടിലും 3 ഉണ്ട്, മൊത്തം 6 മീറ്റർ ഡിസ്റ്റൻസ് അല്ലെ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ അത്രയും വിസ്തീർണം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് കണ്ണാടി വെച്ചുകൊണ്ടും ഈ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്നോർക്കുക. ഓക്കെ. ഇങ്ങനെ 6 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരുത്തിയിട്ട് നിങ്ങളോട് ഇതൊന്ന് വായിച്ചു നോക്കാൻ പറയും. മനസ്സിലായോ? അപ്പൊ ആദ്യം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ ടോപ്പ് റോ ആയിരിക്കും, ഏറ്റവും മുകളിലത്തെ ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് 6/60 ആയിരിക്കും. 6/60. മനസ്സിലായോ? എന്നിട്ട് അടുത്ത റോ വായിക്കാൻ ആവശ്യപ്പെടും. അടുത്ത റോ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്താ? 6/36 ആണ് ഗ്രേഡ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി തേർഡ് റോ നിങ്ങൾക്ക് കൃത്യമായിട്ട് 364 വായിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഗ്രേഡ് എത്രയാണ്? 6/24 ആണ്. 6/24. ഇനി ഫോർത്ത് റോ വായിക്കാൻ പറയും. ഫോർത്ത് റോ നിങ്ങൾ 4952 വായിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് 6/18 ആണ്. 6/18 ആണ്. ഓക്കെ. അടുത്ത എന്താ? ഇത് നോക്കിയേ. അടുത്തത് നിങ്ങൾക്ക് ഫിഫ്ത്ത് റോ വായിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇത് 6/12 ആണ് ഗ്രേഡ് കേട്ടോ. 6/12 ആണ്. ഇനി അടുത്ത റോയും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഈ 593206 നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് 6/9 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ലാസ്റ്റ് റോയും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയി എന്നർത്ഥം. നിങ്ങളുടെ ഗ്രേഡ് 6/6 ആണ്. മനസ്സിലായോ? അപ്പോ ഡിസ്റ്റന്റ് വിഷനിൽ നിങ്ങളുടെ ഐസൈറ്റ് 6/6 ആയിരിക്കണം എന്ന് വെച്ചാൽ ഈ സ്നെല്ലൻ ചാർട്ടിന്റെ താഴത്തെ റോ വരെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം. മനസ്സിലായോ? ഇത് ഒരു കണ്ണല്ല, 2 കണ്ണും, നിങ്ങളുടെ ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും രണ്ടും മാറി മാറി ഇതേപോലെ വായിപ്പിക്കും. അങ്ങനെ 2 കണ്ണും എന്താണ്? 6/6 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റന്റ് വിഷൻ ടെസ്റ്റ് പാസ്സായി എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഡിസ്റ്റന്റ് വിഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്നെല്ലൻസ് ചാർട്ട് ആണ് ഇവിടെ വരുന്നതെന്ന് കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഈ സ്നെല്ലൻസ് ചാർട്ടിൽ എപ്പോഴും ഇതേപോലെ നമ്പേഴ്സ് ആവണമെന്നില്ല. ചിലപ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ കണ്ട പിക്ചറിലെ പോലെ ആൽഫബറ്റ്സ് വരാം. അതായത് ABCD കണ്ടോ? ഇതേപോലെ ആൽഫബറ്റ്സ് വരാം. ആൽഫബറ്റ്സും എന്താണ്? ഇതേപോലെ വായിപ്പിക്കാം.
ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോഴൊക്കെ മറ്റ് ചില ന്യൂമറിക്കൽസും വരാം. ലൈക്ക് ഈ ഒരു ആൽഫബറ്റ് നിങ്ങളെ കാണിച്ചിട്ട് പറയും ഈ ഏത് സൈഡിലേക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഈ റൈറ്റ് സൈഡിലേക്കാണ്, ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ഈ ടോപ്പിലേക്കാണ്. അങ്ങനെ ഓരോ എന്താണ് ആൽഫബറ്റ്സും ഏത് ഭാഗത്തേക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത് എന്നും ചോദിക്കാം. ഓക്കെ, പല ടൈപ്പിലുള്ള സ്നെൽ ആൻഡ് സ്റ്റാർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അവര് ഇതേപോലെ സ്കെയിലോ അല്ലെങ്കിൽ റൂളറോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഓരോന്നും എന്താണ് ഏത് ഭാഗത്തേക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ആൽഫബറ്റ് ആണ്, ഏത് ന്യൂമറിക്കൽ ആണ് എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഗ്രേഡിങ്സ് കിട്ടും. മനസ്സിലായല്ലോ? യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിസ്റ്റന്റ് വിഷന്റെ കേസ്. ഇനി നമ്മുടെ കണ്ട ബോക്സിനകത്ത് രണ്ടാമത് വരുന്ന ടേം ആയിരുന്നു നിയർ വിഷൻ, അല്ലെ? നിയർ വിഷൻ. ഇവിടെ എന്താ തരിക, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബുക്ക് തരും, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു ചാർട്ട് തരും. ഓക്കെ, നിങ്ങളും ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആയിരിക്കും. മീറ്റർ അല്ല, 25 സെന്റിമീറ്റർ ആയിരിക്കും നിങ്ങളും ആ ബുക്കും അല്ലെങ്കിൽ നിങ്ങളും ആ ചാർട്ടും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? അങ്ങനെ ഈ ബുക്ക് തന്നിട്ട് നിങ്ങളെ കൊണ്ട് ഇത് വായിപ്പിക്കും. ആദ്യം വായിപ്പിക്കാൻ പോകുന്നത് ഈ താഴത്തെ റോ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ N36 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ്. അടുത്ത റോ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ N24. അതിന്റെ മുകളിലത്തെ റോ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ N18. അതിന്റെ ടോപ്പിൽ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ N12. അടുത്തത് N10, N8, N4. കണ്ടോ, ഇത് മുഴുവനും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിയർ വിഷൻ ടെസ്റ്റ് നിങ്ങൾ പാസ്സായി. മനസ്സിലായോ? യെസ്. ഇനി ചിലപ്പോഴൊക്കെ ഈ ചാർട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ചാർട്ട് ആയിരിക്കും തരുന്നുണ്ടാവുക. ഇത് നോക്കിയേ, ഓരോ ചാർട്ടിനും നേരെ അതിന്റെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. 1.7, 1.6, 1.5, 1.4, 1.3, 1.2, 1.1 അങ്ങനെ 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 0.6 വരെ കൊടുത്തേക്കുന്ന കണ്ടോ? 0.6 വരെ. യെസ്, നമ്മൾ നേരത്തെ കാണിച്ച ബോക്സിനകത്ത് എത്രയാ പറഞ്ഞേക്കുന്നത്? SN 0.6. കണ്ടോ, SN 0.6 വരെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ഒരു ലൈൻ വരെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിയർ വിഷൻ ടെസ്റ്റ് പാസ്സായി എന്നർത്ഥം. കൺഗ്രാജുലേഷൻസ് അല്ലേ? അപ്പൊ നിങ്ങൾ 2 ടെസ്റ്റ് ഇപ്പോൾ പാസ്സായി. കറക്റ്റ് അല്ലേ? ഡിസ്റ്റന്റ് വിഷനും അതേപോലെ തന്നെ നിയർ വിഷൻ ടെസ്റ്റും. ഈ 2 ടെസ്റ്റും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത് നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? യെസ്, അടുത്താണ് കളർ വിഷൻ ടെസ്റ്റ്. കളർ വിഷൻ ടെസ്റ്റ് ഇത് കുറച്ച് എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് അല്ലേ? യെസ്, ഈ ഒരു പിക്ചറിനകത്ത് എന്താണ് നമുക്ക് കുറേ ഡോട്ട്സ് കാണാം അല്ലെ? കുറേ എന്താണ് കളർഫുൾ ആയിട്ടുള്ള ഡോട്ട്സ് കാണാം. ഈ കളർഫുൾ ആയിട്ടുള്ള ഡോട്ട്സിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു നമ്പർ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. ദേ ഇവിടെ നിങ്ങൾ ഒരു 7 കാണുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ നിങ്ങൾ ഒരു 13 കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു 8 കാണുന്നുണ്ടോ? കാണണം കേട്ടോ. ഇവിടെ നിങ്ങൾ ഒരു 12 കാണുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ് കളർ ബ്ലൈൻഡ് അല്ല എന്നർത്ഥം. അതായത് നിങ്ങൾക്ക് കളർ വിഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോ ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള ഡോട്ട്സിന്റെ ഇടയ്ക്ക് നിന്ന് നിങ്ങളോട് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ആയിക്കോട്ടെ, ആൽഫബറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതെന്താണ് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. ഇഷിഹാര ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കളർ ബ്ലൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അല്ലെ? ഇതേപോലുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നുണ്ട്. ഈ ഡോട്ട്സിന്റെ ഇടയ്ക്ക് നിന്ന് നിങ്ങൾക്ക് ഈ നമ്പേഴ്സും ആൽഫബറ്റ്സും എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കളർ വിഷൻ ഉണ്ട് എന്നർത്ഥം. അപ്പോഴെന്താണ് നിങ്ങൾ ഈ ടെസ്റ്റും അവിടെ പാസ്സാവുകയാണ്. മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ 3 ടെസ്റ്റ് പാസ്സായി അല്ലെ? അടുത്തതിലേക്ക് പോയാലോ? യെസ്. ഇനി എന്താണ്? ഇനി വരുന്ന ഒരു ടേം ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏതാണ്? മയോപിക് വിഷൻ. മയോപിക് വിഷൻ എന്ന് പറയുന്ന ഒരു ടേം ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നു. അതെന്താണ്? മയോപ്പിയ എന്ന് വെച്ചാൽ നിയർ വിഷൻ എന്നർത്ഥം. നിയർ വിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഷോർട്ട് സൈറ്റ് ആണ്, എനിക്ക് ലോങ് സൈറ്റ് ആണെന്നൊക്കെ ഓരോ ആൾക്കാർ പറഞ്ഞിട്ടല്ലേ? അപ്പൊ എന്താണിത്? ഇങ്ങനെയാണ് ഈ ഒരു പിക്ചർ സാധാരണ വിഷൻ ഉള്ള ഒരു വ്യക്തി കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഇവിടെ ഒരു കല്ല് കാണാം, ഇവിടെ വെള്ളം കാണാം അല്ലെ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി. കറക്റ്റ് അല്ലേ? യെസ്. ഇനി ഈ നോർമൽ വിഷൻ കാണുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് നോർമൽ ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് വരുന്നു. ഈ ഒരു വിഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ.
ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ, ബ്ലർ ആയിട്ടല്ലേ ഇരിക്കുന്നേ, ബ്ലർ ആയിട്ടാണോ ഇരിക്കുന്നേ, കണ്ടോ പക്ഷെ ഈ സ്റ്റോൺ മാത്രം നല്ല വ്യക്തമായിട്ട് കാണാം. കറക്റ്റ് ആണേ അല്ലേ? അപ്പൊ എന്താണ്, നിങ്ങൾക്ക് അടുത്തുള്ളത് കാണാം, അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് സൈറ്റാ. മനസ്സിലായോ? നിങ്ങൾക്ക് ദൂരെയുള്ളത് എന്താണ്, കാണാനായിട്ട് സാധിക്കുന്നില്ല, ബ്ലർ ആയിരിക്കുന്നു അല്ലെ. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് സൈറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്, മയോപിക് വിഷൻ എന്ന് വിളിക്കും. മയോപിക് വിഷൻ. മനസ്സിലായോ? ഷോർട്ട് സൈറ്റ് ആണ്. ഇനി അടുത്തൊന്ന് നോക്കിയാലോ. അടുത്ത നോക്കിക്കേ. യെസ്, നിങ്ങൾക്ക് ഈ സ്റ്റോൺ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല, അത് ബ്ലറായി പോവാണ് അല്ലെ. പക്ഷെ എന്താ, നിങ്ങൾക്ക് ആ വെള്ളച്ചാട്ടം നല്ല വൃത്തിയായിട്ട് കാണാം. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ എന്താണ്, ദൂരെയുള്ളത് വൃത്തിയായിട്ട് കാണാം, അപ്പോ അത് ലോങ് സൈറ്റാ. ലോങ് സൈറ്റിനെയാണ് നമ്മൾ ഹൈപ്പറോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നത്. ഹൈപ്പറോപ്പിക് വിഷൻ. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങളുടെ കണ്ണിനുണ്ടാവാം. ഷോർട്ട് സൈറ്റും ഉണ്ടാവാം, ലോങ് സൈറ്റും ഉണ്ടാവാം. മനസ്സിലായോ? ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്റ്റോറി വരുന്നുണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി. ശരിക്കും പറഞ്ഞാല് ഇതെന്താണ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മള് റോംബസിന്റെ ലേണിംഗ് ആപ്പില് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആണ്. താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ റോംബസ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ ഇരുന്ന് കാണുക. എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. യെസ്. അപ്പം നോർമൽ വിഷൻ ആണ് എന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു ട്രീയെ ഈ കണ്ണിങ്ങനെ നോക്കുകയാണ്. ഓക്കെ, ഈ കണ്ണുകൊണ്ട് ഈ ട്രീയെ നോക്കുമ്പോൾ നമ്മുടെ റെറ്റിനയിൽ ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെറ്റിന എന്ന് വിളിക്കുന്നത്. നമ്മൾ കാണുന്ന വസ്തുക്കളുടെ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം വന്ന് രൂപപ്പെടുന്നത് എവിടെയാ, കണ്ണിന്റെ റെറ്റിനയിലാണ്. റെറ്റിന എന്ന് പറയുന്ന ഒരു സ്ക്രീൻ ആണെന്ന് ഓർക്കുക. ആ സ്ക്രീനിലാണ് എന്ത് വരുന്നത്, ഈ ഇമേജ് വന്ന് പതിയുന്നത്. മനസ്സിലായോ? ഈ ട്രീ നോക്കിക്കേ, ഈ ട്രീ നേരെയാ നിൽക്കുന്നേ അല്ലെ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ വന്നിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ആണ്. ഇപ്പൊ റെറ്റിനയിൽ വരുന്ന ഇമേജസ് എല്ലാം എന്താ, ഇൻവേർട്ടഡ് ആയിട്ടാണ് വരുന്നത്. പിന്നീട് ഈ സിഗ്നലുകൾ ബ്രെയിനിൽ എത്തുമ്പോഴാണ് അത് സ്ട്രെയിറ്റ് ആയി മാറുന്നത്. മനസ്സിലായോ? ഇതെല്ലാം എന്താണ്, എന്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. യെസ്. അപ്പം ഇങ്ങനെ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നേ, ഇനി ഷോർട്ട് സൈറ്റ് ഉള്ള ഒരാളാണ് എങ്കിൽ, ദാറ്റ് മീൻസ് മയോപ്പിയ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്ന ഇമേജ് റെറ്റിനയുടെ മുൻപിലായിരിക്കും ഫോം ചെയ്യുക. കണ്ടോ, ശരിക്കും ഇവിടെയായിരുന്നു രൂപപ്പെടേണ്ടത്, പക്ഷെ ഉണ്ടായത് എവിടെയാ, അതെ ഇവിടെയാ, റെറ്റിനയുടെ മുൻപിലാണ്, ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന. മനസ്സിലായോ? ഇതാണ് ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. റെറ്റിനയില് ഇമേജ് വരാതെ റെറ്റിനയുടെ മുന്നിലാണ് എന്ത്, ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഷോർട്ട് സൈറ്റ് ആണേ അല്ലേ? ഓക്കെ. ഇനി അടുത്തതോ ഹൈപ്പറോപ്പിക് വിഷൻ ആണ് നിങ്ങൾക്കെങ്കിൽ, ലോങ് സൈറ്റ് ആണ് നിങ്ങൾക്കെങ്കിൽ എന്താണ്, നിങ്ങളുടെ ഇമേജ് റെറ്റിനയിൽ വരുന്നതിന് പകരം റെറ്റിനയുടെ ഔട്ട് സൈഡ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ഇമേജ് ഇസ് ഫോംഡ് ഔട്ട്സൈഡ് ദ റെറ്റിന. മനസ്സിലായോ? യെസ്. ഇതിനെയാണ് എന്ത് വിളിക്കുക, ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പറോപ്പിയ എന്ന് വിളിക്കുക. മനസ്സിലായോ? രണ്ട് ഡിഫക്ട്സിലും ഉള്ള വ്യത്യാസം മനസ്സിലായോ? ഷോർട്ട് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ഇസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. ലോങ് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് ഇസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. മനസ്സിലായല്ലോ? യെസ്. അപ്പം നിങ്ങൾക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടോ ലോങ് സൈറ്റ് ഉണ്ടോ എന്നും എന്താണ് അവര് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഉള്ള ആൾക്കാരുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ലെൻസുകളാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും അല്ലെ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ, നിങ്ങളുടെ ഫിസിക്സ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് കോൺവെക്സ് ലെൻസ് എന്ന് വെച്ചാൽ രണ്ട് സൈഡും ബൾജ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് റേ കടന്നു പോകുമ്പോൾ കോൺവെക്സ് എന്താണ് ലെൻസിന്റെ ഫംഗ്ഷൻ എന്താ, ഈ ലൈറ്റ് റേസിനെ അവർ കൺവേർജ് ചെയ്യിക്കും, കൂടിച്ചേർക്കും അല്ലെ. കൺവേർജ് ചെയ്യിക്കുക എന്നുള്ളതാണ് കോൺവെക്സ് ലെൻസിന്റെ ഫംഗ്ഷൻ. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിലോ, കോൺകേവ് ലെൻസിന്റെ ഫംഗ്ഷൻ എന്താണ്, കേറി വരുന്ന ലൈറ്റ് റേകളെ ഡൈവേർജ് ചെയ്യിക്കും, പല സ്ഥലത്തേക്ക് ഇങ്ങനെ വിടും അല്ലെ, ഡൈവേർജ് ചെയ്യിച്ചു വിടുന്നു. ഇതാണ് ഈ രണ്ട് ലെൻസിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. ഷോർട്ട് സൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, ഓക്കെ, നിങ്ങൾ ഒരു ഷോർട്ട് സൈറ്റ് ഉള്ള വ്യക്തിയാണ് എങ്കിൽ, ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റെറ്റിനയുടെ മുൻപിലാണ് ഇമേജ് വരുന്നത് അല്ലെ.
അപ്പോ ഇതിൽ ഏത് ലെൻസ് ആയിരിക്കണം നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രശ്നം എന്താ? റെറ്റിനയുടെ മുന്നിലാണ് ഇമേജ് വരുന്നത്. അപ്പോ ശരിക്കും റെറ്റിനയിലേക്ക് ഈ ഇമേജിനെ കൊണ്ടുവരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെൻസ് ആണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ, അല്ലെ? റെറ്റിനയുടെ മുന്നിൽ വരുന്നു, പക്ഷെ കുറച്ചും കൂടി ബാക്കിലേക്ക് പോണം, കുറച്ചും കൂടി ബാക്കിലേക്ക് ലൈറ്റ് റേസ് പോണം. അപ്പൊ എന്താണ് ലൈറ്റ് റേസിന് ഒന്നും കൂടി നമുക്ക് എന്താണ് ഡൈവേർജ് ചെയ്യിക്കണം, വേണ്ടേ? ലൈറ്റ് റേസിനെ ഒന്നും കൂടെ നമുക്ക് ഡൈവേർജ് ചെയ്യിച്ചു വിടണം. അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് സൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജ് റെറ്റിനയുടെ മുന്നിലാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കോൺകേവ് ലെൻസ് ആണ് ലൈറ്റ് റേനെ ഡൈവേർജ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഡൈവേർജ് ചെയ്യിക്കുന്നതുകൊണ്ട് ലൈറ്റ് റേ കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കുന്നു. അങ്ങനെ ലൈറ്റ് റേസ് എന്താണ് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ വന്ന് വീഴുന്നു, ഇമേജ് റെറ്റിനയിൽ തന്നെ ഉണ്ടാവുന്നു. കറക്റ്റ് ആയേ? നിങ്ങളുടെ ഷോർട്ട് സൈറ്റ് കറക്റ്റ് ആയി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നിങ്ങളെ ലോങ് സൈറ്റാ. നിങ്ങളുടെ ഇമേജ് റെറ്റിനയുടെ പുറകിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ലൈറ്റ് റേസ് അത്രയും പോവണ്ട, കുറച്ചും കൂടി പിന്നിലാ വരേണ്ടത്, അല്ലെ? അപ്പൊ എന്താണ് ലൈറ്റ് റേസിനെ നമുക്ക് കൺവേർജ് ചെയ്യിക്കണം, അല്ലെ? കൺവേർജ് ചെയ്യിക്കുന്ന ആരാ? നമ്മുടെ കോൺവെക്സ് ലെൻസ് അല്ലേ? അതെ. അപ്പോ ഒരു കോൺവെക്സ് ലെൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്ത് പുറത്ത് ഇമേജ് പോവാതെ കറക്റ്റ് റെറ്റിനയിൽ തന്നെ ഇമേജ് രൂപപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഷോർട്ട് സൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് കോൺകേവ് ലെൻസ് ആണ്. നിങ്ങൾക്ക് ലോങ് സൈറ്റ് ആണ് എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? യെസ്. ഇനി നിങ്ങൾ ആ ഒരു ബോക്സിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന മറ്റൊരു ടേം ആണ് ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ആദ്യം ബൈനോക്കുലർ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ലെഫ്റ്റ് ഐയും ഉണ്ട്, റൈറ്റ് ഐയും ഉണ്ട്, അല്ലെ? നിങ്ങൾ ഈ ലെഫ്റ്റ് ഐ പൊത്തിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം കാണാൻ പറ്റുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ളതെല്ലാം കാണാം, റൈറ്റ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാം കാണാം, ഇവിടെ വരെ കാണാം. പക്ഷെ ഈ ഭാഗത്തേക്കുള്ള വിഷൻ എന്താണ്? എനിക്ക് പോസിബിൾ ആവുന്നില്ല, അല്ലെ? ഇതേപോലെ ഞാൻ റൈറ്റ് ഐ പൊത്തിപ്പിടിച്ചു, എനിക്ക് ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം കൃത്യമായിട്ട് കാണാം, പക്ഷെ റൈറ്റ് സൈഡിൽ വരുന്ന മാത്രം എന്താണ് കാണാൻ പറ്റുന്നില്ല. കറക്റ്റ് ആണല്ലോ? അപ്പൊ റൈറ്റ് സൈഡിലെ വിഷൻ പോസിബിൾ ആക്കുന്നത് റൈറ്റ് ഐയാ. മനസ്സിലായോ? ലെഫ്റ്റ് സൈഡിലെ വിഷൻ പോസിബിൾ ആക്കുന്നത് ലെഫ്റ്റ് ഐയാ. എന്നാൽ ഇതല്ലാത്ത ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഈ ഇത്രയും ഭാഗത്തെ വിഷൻ പോസിബിൾ ആക്കുന്നത് നമ്മുടെ രണ്ട് കണ്ണും കൂടി ചേർന്ന. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ കാണുന്നതെല്ലാം എന്താ? ബൈനോക്കുലർ വിഷൻ. രണ്ട് കണ്ണിന്റെയും ഹെൽപ്പോട് കൂടിയാണ് അത്രയും ഫീൽഡിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഫീൽഡ് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് കണ്ണും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ ഒരു ടെസ്റ്റിൽ അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ രണ്ട് കണ്ണും ഒരേപോലെ സിങ്ക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഒരേപോലെ നിങ്ങളുടെ രണ്ട് കണ്ണും വർക്ക് ചെയ്യുന്നില്ല എങ്കിലാണ് നിങ്ങൾക്ക് ഈ കോങ്കണ്ണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെ? ആ ഒരു കേസിലേക്ക് പോകുന്നത്. അപ്പോ നിങ്ങളുടെ കണ്ണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് കവർ ടെസ്റ്റ് എന്ന് പറയുന്നത്. കവർ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പല ടൈപ്പ് ഉണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. കവർ ടെസ്റ്റിന്റെ കേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നിങ്ങളുടെ രണ്ട് കണ്ണുണ്ടല്ലോ, അതിൽ ഒരു കണ്ണിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ഒക്ലൂഡർ വെക്കും, അതായത് കാണാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു മാസ്ക് പോലെ വെക്കും. എന്നിട്ട് കുറച്ചു നേരം അതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് മാറ്റിയിട്ട് അടുത്ത കണ്ണിൽ വെക്കും, അതിനുശേഷം ഇത് മാറ്റിയിട്ട് ഇതിലേക്ക് വെക്കും. അങ്ങനെ ഇന്റർമിറ്റന്റ് ആയിട്ട് രണ്ട് കണ്ണും മാസ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ സമയം രണ്ട് കണ്ണുകൾ കൊണ്ടും വിഷൻ പോസിബിൾ ആക്കാത്ത രീതിയിൽ രണ്ട് കണ്ണും മാറി മാറി മാസ്ക് ചെയ്യും. ഇങ്ങനെ മാസ്ക് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ മാസ്ക് ചെയ്തിട്ട് ഇത് മാറ്റി അടുത്തത് വയ്ക്കുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണിന്റെ മൂവ്മെന്റ്സ് അവർ ചെക്ക് ചെയ്യും. മൂവ്മെന്റ്സ്
അവർ ചെക്ക് ചെയ്യും. ഇങ്ങനെ മാസ്ക് വച്ചതിന് ശേഷം മാസ്ക് മാറ്റുമ്പോൾ നിങ്ങളുടെ കണ്ണ് വല്ലാതെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ആയിട്ട് ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബൈനോക്കുലർ വിഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായോ? മാസ്ക് മാറ്റുമ്പോഴും നിങ്ങളുടെ കണ്ണ് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ കണ്ണ് ഓക്കെയാണ് അർത്ഥം. മനസ്സിലായോ? അപ്പം ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണ് മാസ്ക് ചെയ്ത് കഴിഞ്ഞ് മാറ്റുമ്പോൾ നിങ്ങളുടെ ഐബോള് ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത് കവർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്യാൻ ടൈം എടുക്കുന്ന ഒരാളുടെ കണ്ണാണ് എങ്കിൽ ആ കണ്ണിന് ബൈനോക്കുലർ വിഷനിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാം. മനസ്സിലായോ? ഇതാണ് ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ ബൈനോക്കുലർ വിഷനിൽ പ്രശ്നമുള്ള ആളുകളിൽ എന്താണ് വരുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. യെസ്, എന്താണ് എസോട്രോപ്പിയ? എസോട്രോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ണ് ഉള്ളിലേക്കായിരിക്കുന്നത് അല്ലെ? മനസ്സിലായോ? എക്സോട്രോപ്പിയ കണ്ടോ, എക്സോ മീൻസ് ഒരു കണ്ണ് പുറത്തേക്കാ. മനസ്സിലായോ? ഇനി എന്താണ് ഹൈപ്പർ ട്രോപ്പിയ? ഹൈപ്പർ മീൻസ് ഒരു കണ്ണ് എന്താ മുകളിലേക്കാണ് അല്ലെ? യെസ്, ഹൈപ്പോട്രോപ്പിയ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഒരു കണ്ണ് താഴേക്കാണ്. ഇത്തരം ഡിസോർഡേഴ്സ് എല്ലാം വരാൻ സാധ്യതയുണ്ട് ബൈനോക്കുലർ വിഷനിൽ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ ബൈനോക്കുലർ വിഷൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഇനി വരുന്ന എന്താണ്? ഇനി നിങ്ങളുടെ ആ ഒരു ബോക്സിൽ കണ്ടിട്ടുള്ള വാക്കായിരിക്കും ഫോട്ടോപിക് വിഷൻ, മീസോപിക് വിഷൻ, അതേപോലെ തന്നെ എന്താണ് സ്കോട്ടോപിക് വിഷൻ. ഫോട്ടോപിക് വിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫോട്ടോ മീൻസ് ലൈറ്റ് എന്നല്ലേ അർത്ഥം. അപ്പോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റില് നിങ്ങൾക്ക് വിഷൻ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഫോട്ടോപിക് വിഷൻ. ഇനി സ്കോട്ടോപിക് വിഷനിലേക്ക് പോവാം. സ്കോട്ടോ മീൻസ് ഡാർക്ക് എന്നർത്ഥം. സ്കോട്ടോ എന്ന് വെച്ചാൽ എന്താ? ഡാർക്ക് എന്നർത്ഥം. അപ്പൊ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിങ്ങളെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വിഷൻ പോസിബിൾ ആണോ, ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂം ആണ് എങ്കിലും നിങ്ങൾക്ക് എന്താണ് ഇമേജസ് കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സ്കോട്ടോപിക് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മീസോപിക് വിഷൻ എന്താണ്? ഒത്തിരി ഡാർക്കും അല്ല എന്നാൽ ഒത്തിരി ബ്രൈറ്റും അല്ലാതെ ഇതാണ് ഡിം ആയിട്ടുള്ള ലൈറ്റില്, സന്ധ്യ ടൈമിലൊക്കെ ഉള്ള ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഡസ്ക് ടൈമില്. അപ്പം ഈ പറയുന്ന എന്താണ് ഡസ്ക് അല്ലെങ്കിൽ ഡോൺ ടൈമില്, സന്ധ്യ ടൈമിലൊക്കെ ഉള്ള ഡിം ലൈറ്റില്, ആ പറയുന്ന ലൈറ്റ് റേഞ്ചിലും നിങ്ങൾക്ക് കാഴ്ച പോസിബിൾ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് മീസോപിക് വിഷൻ. മനസ്സിലായോ? നമുക്ക് ഫോട്ടോപിക് ഉണ്ട്, മീസോപിക് ഉണ്ട്, സ്കോട്ടോപിക് വിഷൻ. അതേപോലെ തന്നെ ഈ 3 ടൈപ്പ് വിഷനും എന്താണ് നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഓക്കെ, ഇനി വരുന്നതാണ് ഫീൽഡ് ഓഫ് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾക്ക് കാണാം. അതില് ഫീൽഡ് ഓഫ് വിഷൻ, നിങ്ങളുടെ ഫീൽഡ് ഓഫ് വിഷൻ ചെക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയാൽ കാണാം. എന്താണ് ഈ ഫീൽഡ് ഓഫ് വിഷൻ? അല്ലെങ്കിൽ ഈ ഫീൽഡ് ഓഫ് വിഷൻ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്താണ്? ആ ടെസ്റ്റിന്റെ പേരാണ് കൺഫ്രണ്ടേഷൻ ടെസ്റ്റ് എന്ന്. എന്താണ്? കൺഫ്രണ്ടേഷൻ ടെസ്റ്റ്. ഇനി കൺഫ്രണ്ടേഷൻ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാം അവിടെ എന്താ ചെയ്യുന്നത്? ദേ കമ്പയർ ദ ഡോക്ടേഴ്സ് ഐ ഫീൽഡ് വിത്ത് പേഷ്യൻസ്. ഡോക്ടറിന്റെ ഐ ഫീൽഡിനെ പേഷ്യന്റിന്റെ ഐ ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം അല്ലെ? ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കും, എന്നിട്ട് നിങ്ങൾ ഡോക്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. മനസ്സിലായോ? എന്നിട്ട് ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഡോക്ടർ ഈ കണ്ണ് അടച്ചു വെക്കുന്നു. നിങ്ങളും എന്താണ് അതേപോലെ ഈ കണ്ണ് നിങ്ങൾ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് എന്താ ചെയ്യാ? ഡോക്ടർ ചോദിക്കുകയാണ്, ദേ ഈ പേന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എവിടെ വെച്ചിട്ടാണ് പേഷ്യന്റിന് ഈ പെൻ കാണാൻ പറ്റുന്നത് എന്ന് ചെക്ക് ചെയ്യും. ഡോക്ടറിനും അതേ സ്ഥലത്ത് വെച്ച് ഈ പെൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. 2 പേരും ഒരേ ടൈമിലാണ് ഈ പെൻ കാണുന്നത് എങ്കിൽ 2 പേരുടെയും ഫീൽഡ് ഓഫ് വിഷൻ ഒന്നാണ് എന്നർത്ഥം. അതേപോലെ തന്നെ ഈ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് മുകളിൽ നിന്നും എന്താണ് ഈ പെൻ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ഈ പെൻ എപ്പോഴാണ് കാണുന്നത് എന്ന് ഡോക്ടർ പേഷ്യന്റിനോട് ചോദിക്കും. ഡോക്ടറും പേഷ്യന്റും ഒരേ ടൈമിലാണ് ഈ പെൻ കാണുന്നത് എങ്കിൽ 2 പേരുടെയും ഫീൽഡ് ഓഫ് വിഷൻ ഒന്നാണ് എന്നർത്ഥം. ഇങ്ങനെ 4 സൈഡിൽ നിന്നും എന്താണ് ഇതിങ്ങനെ ചെക്ക് ചെയ്യും, 2 കണ്ണും വെച്ചിട്ട്. മനസ്സിലായോ? ഇങ്ങനെ ഡോക്ടറുടെ ഫീൽഡ് ഓഫ് വിഷൻ തന്നെയാണോ പേഷ്യന്റിന്റെ ഫീൽഡ് ഓഫ് വിഷൻ അതോ വ്യത്യാസമുണ്ടോ എന്നത് വെച്ച്
പേഷ്യന്റിന്റെ ഫീൽഡ് ഓഫ് വിഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന കൺഫ്രണ്ടേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതും എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ഈ ഒരു ടെസ്റ്റിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ? ഡിസ്റ്റന്റ് വിഷൻ പറഞ്ഞു. ഈ ഡിസ്റ്റന്റ് വിഷൻ പറഞ്ഞപ്പോഴേക്കും എന്താണ് നമ്മൾ ഈ ലെൻസിന്റെ കേസ് ഒക്കെ പറഞ്ഞല്ലോ. ലെൻസിന്റെ കേസ് പറഞ്ഞപ്പോൾ ഡിസ്റ്റന്റ് വിഷനകത്ത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ എന്താണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് 2Dയിൽ കൂടരുത്, 5Dയിൽ കൂടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ് ഈ 2D 5D എന്നൊക്കെ പറയുന്നത്? യെസ്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന എന്താണ് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റിന്റെ ഒക്കെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ലെൻസ് യൂസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു അല്ലെ? കോൺവെക്സും കോൺകേവ് എന്ന് പറയുന്ന 2 ലെൻസ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. യെസ്, ഈ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് സൈറ്റിനാണ് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ കോൺകേവ് ലെൻസിന്റെ തിക്നെസ് എത്രമാത്രം കൂടുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ഷോർട്ട് സൈറ്റ് എത്ര കൂടുതലാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് 1D ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്തത് 2D ഗ്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അത്രയും കട്ടിയുള്ള ഗ്ലാസ് വേണം എന്നർത്ഥം. നിങ്ങളുടെ ഗ്ലാസിന്റെ സ്ട്രെങ്ത് അത്രയും കൂടുതലാണ് എന്നർത്ഥം. മീൻസ് അത്രയും ശക്തിയുള്ള ഒരു ഗ്ലാസ് വെച്ചാലേ നിങ്ങളുടെ കണ്ണിലേക്ക് കറക്റ്റ് ആയിട്ട് ലൈറ്റിനെ ഫോക്കസ് ചെയ്യിക്കാൻ പറ്റുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഗ്ലാസിന്റെ എന്താണ് തിക്നെസ് കൂടുന്ന അനുസരിച്ച് എന്താണ് നിങ്ങളുടെ ഐസൈറ്റ് അത്രയും ലോ ആണ് എന്നാണ് അർത്ഥം. അപ്പോ ഈ ഡി എന്ന് വെച്ചാൽ എന്താ? ഡയോപ്റ്റർ എന്നാണ് അർത്ഥം. ഡയോപ്റ്റർ എന്നാണ് അർത്ഥം. അപ്പൊ ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ദ മെഷർമെന്റ് ഓഫ് പവർ ഓഫ് ലെൻസ്. ലെൻസിന്റെ പവർ കാണിക്കുന്നതാണ് ഡയോപ്റ്റർ എന്ന് പറയുന്നത്. അത് എത്രയും കൂടുന്നോ അത്രയും നിങ്ങളുടെ ഐസൈറ്റ് വീക്ക് ആണെന്ന് അർത്ഥം. സോ ആ കാരണം കൊണ്ടാണ് എന്ത് 2D പ്ലസ് അല്ലെങ്കിൽ 5D പ്ലസ് 2Dയിൽ കൂടുതൽ അല്ലെങ്കിൽ 5Dയിൽ കൂടുതൽ ഉള്ള ഗ്ലാസ് യൂസ് ചെയ്യുന്നവരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് ആ ബോക്സിൽ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ 2D 4D ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ആൻഡ് എന്താണ് ഈ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനകത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫോഗിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പറയുന്നുണ്ട് അല്ലെ? നിങ്ങൾക്ക് 6x6 ആയിരിക്കണം എന്ത് ഡിസ്റ്റന്റ് വിഷൻ വിത്തൗട്ട് ഫോഗിങ് ടെസ്റ്റ്, വിത്ത് ഫോഗിങ് ടെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് ഈ ഫോഗിങ് ടെസ്റ്റ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നോളൂ. ഇപ്പോ നിങ്ങൾ ലോങ് സൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഓർക്കുക. നിങ്ങൾ ലോങ് സൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, എന്നിട്ട് ലോങ് സൈറ്റ് ഉള്ള ഒരു വ്യക്തിയോട് ഈ സ്നെൽ ആൻഡ് സ്റ്റാർട്ട് വായിക്കാൻ പറയുന്നു. സ്നെൽ ആൻഡ് സ്റ്റാർട്ട് വായിക്കാൻ പറയുമ്പോൾ ഈ ലോങ് സൈറ്റ് ഉള്ള വ്യക്തിയുടെ കണ്ണ് എന്ത് ചെയ്യും? അത് വായിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവർ കൂടുതൽ സ്ട്രെയിൻ എടുക്കും അല്ലെ? അങ്ങോട്ട് കൂടുതൽ സ്ട്രെയിൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? അവരുടെ കണ്ണ് തന്നെ എന്താണ് ഇത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് അവരെന്താണ് ശരിക്കും ഇവര് റെറ്റിനയുടെ ഔട്ട്സൈഡ് ആണ് എന്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ചാർട്ട് വായിക്കേണ്ട ആ ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ കണ്ണ് തന്നെ എന്താണ് ഈ ഒരു ഫോക്കൽ പോയിന്റ് റെറ്റിനയിലേക്ക് ആക്കും. ഇതിനെയാണ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത്. അക്കോമഡേഷൻ. അപ്പൊ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഈ ടെസ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാലും എന്താണ് ഈ കണ്ണിന് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. വീണ്ടും വീണ്ടും എന്താണ് ഈ കണ്ണിങ്ങനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വ്യക്തിയുടെ കണ്ണ് കൂടുതൽ ബ്ലർ ആയിക്കൊണ്ടിരിക്കും. ഇയാളുടെ വിഷൻ വീണ്ടും വീണ്ടും എന്താണ് ബ്ലർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പേഷ്യന്റ് കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫോഗിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇയാള് ലോങ് സൈറ്റ് ആണ് എങ്കിൽ ആ ചാർട്ട് വായിപ്പിക്കുന്ന ടൈമിൽ ഈ വ്യക്തിക്ക് എന്താണ് ലോങ് സൈറ്റിന് വേണ്ട കോൺവെക്സ് ലെൻസ് ആർട്ടിഫിഷ്യലി ഓപ്റ്റോമെട്രിസ്റ്റ് കൊടുക്കും. എന്നിട്ട് ആ ലെൻസ് വെച്ചുകൊണ്ട് വായിക്കാൻ പറയും. മനസ്സിലായോ? അപ്പൊ ഡോക്ടർ തന്നെ ഈ കോൺവെക്സ് ലെൻസ് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ആ ആളുടെ കണ്ണ് അക്കോമഡേറ്റ് ചെയ്യില്ല. മനസ്സിലായോ? ഇൻ കേസ് ഈ ലെൻസ് കൊടുത്തില്ലായിരുന്നു എങ്കിൽ എന്താണ് ഈ വ്യക്തിയുടെ കണ്ണ് സ്വയമേ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ കൂടുതൽ 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 അയാളുടെ വിഷൻ ബ്ലർ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ
പേഷ്യന്റിന്റെ സെൽഫ് അക്കോമഡേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് അയാൾക്ക് കൊടുത്തിട്ട് വായിപ്പിക്കുന്നത്. ഇതിനെയാണ് ഫോഗിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ ഫോഗിങ് ടെസ്റ്റ് ചെയ്യിച്ചിട്ടായിരിക്കും ഈ സ്നെൽ ലെൻസ് ചാർട്ട് വായിപ്പിക്കുക, ചിലപ്പോഴൊക്കെ ഫോഗിങ് ടെസ്റ്റ് ചെയ്യിപ്പിക്കില്ല. നോർമലി ഈ ഫോഗിങ് ടെസ്റ്റ് ചെയ്യിക്കുന്നത് എന്താണ്, ലോങ് സൈറ്റ് ഉള്ള ആൾക്കാരിലാണ് കേട്ടോ. ഓക്കെ, ഹൈപ്പറോപ്പിക് വിഷൻ ഉള്ള ആൾക്കാരിലാണ് നോർമലി ഫോഗിങ് ടെസ്റ്റ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ആ ഒരു കാറ്റഗറീസ് അല്ലെങ്കിൽ ഈ പറയുന്ന വിഷ്വൽ ആക്വിറ്റി കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുള്ള എല്ലാവിധ കോൺസെപ്റ്റുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി എന്താണ്, ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ സ്റ്റാൻഡേർഡ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇതിൽ ഏതിൽ വരുന്നവരാണ് എന്ന്. കണ്ണാടി ഉണ്ട്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഇനി ആരും ചോദിക്കരുത് കേട്ടോ. കറക്റ്റ് ആയിട്ട് എന്താണ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം സംശയങ്ങൾ ഇനിയും നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 24/7 അത് എന്താണ് വ്യക്തമാക്കാനായിട്ട് നമുക്ക് വേണ്ട ആൾക്കാർ റോംബസ് ടീമിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്തു പോവുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. Download the Rhombus Learning app